ലക്ഷ്മി തുടരുക. ഇപ്പോൾ ആന്റണി ജിസ് ജോർജും ചേരുന്നത് നമ്മോടൊപ്പം. ആന്റണി, ഇപ്പോൾ അരിക്കൊമ്പൻ ദൗത്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ദൗത്യം എത്തി നിൽക്കുന്നത്. ഏകദേശം ഇനി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാനായില്ലെങ്കിൽ ഇന്ന് ഈ ദൗത്യം ഉപേക്ഷിക്കേണ്ട സാഹചര്യം അടക്കം വരും. ഒന്ന് ചൂട് കൂടുന്ന സാഹചര്യം ഉണ്ടാകും. അത് കഴിഞ്ഞ് അതോടൊപ്പം തന്നെ ഉച്ച കഴിഞ്ഞ ശേഷം ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ മഴ പെയ്യുന്നതും ഈ ദൗത്യത്തിന് വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കാനിടയുണ്ട്. എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? അൻസില, ഈ ദൗത്യം രാവിലെ തുടങ്ങിയപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് തുടങ്ങിയത്. വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു വനംവകുപ്പ് ദൗത്യ സംഘത്തിന്. കാരണം എല്ലാ നിലയും അനുകൂലമായിരുന്നു. ആനയെ കണ്ടെത്തിയ സ്ഥലം ഉൾപ്പെടെ, അതുപോലെ തന്നെ കാലാവസ്ഥ ഉൾപ്പെടെ വളരെ അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മയക്കുവെടി വെച്ച് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് വനംവകുപ്പ് ദൗത്യ സംഘം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 8 മണിയോടുകൂടി കഥ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ആനയോടൊപ്പം കണ്ടെത്തുമ്പോൾ ഒരു കൂട്ടം ആനകൾ ഉണ്ടായിരുന്നു, ഈ കുട്ടി ആനകൾ ഉൾപ്പെടെ. ആനകളെ പടക്കം ഉൾപ്പെടെ പൊട്ടിച്ച് മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തി. ഇതിനിടയിലാണ് ആന ഈ അരിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള സംഘം മാറുന്നത്, ആ മേഖലയിൽ നിന്ന് മാറി തൊട്ടപ്പുറത്തേക്ക് മാറുന്നത്. പിന്നീട് മറ്റാനകളെ കണ്ടെത്തിയെങ്കിലും ഈ അരിക്കൊമ്പനെ കണ്ടെത്താൻ വനംവകുപ്പ് സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഈ ആനയിറങ്കൽ പെരിയകനാൽ ഭാഗത്ത് ഒരു ആനക്കൂട്ടത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ അരിക്കൊമ്പൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ കൂട്ടത്തിനുള്ളിൽ ആനയുണ്ട്. ഇടയ്ക്ക് ഒരു ആന ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നതും കണ്ടിരുന്നു. പക്ഷെ അത് അരിക്കൊമ്പൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും വനംവകുപ്പിന്റെ ദൗത്യ സംഘം പല ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ ആനയിറങ്കൽ മേഖലയിൽ ഈ ഡാമിനോട് ചേർന്ന പ്രദേശത്ത് ആനയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എവിടെയാണ് എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അൻസില സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യത്തിന് നിലവിൽ വലിയ വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ കനത്ത ചൂട് ഉണ്ട്, വെയിൽ നല്ല രീതിയിലുണ്ട്. അത് ഈ ദൗത്യം നടപ്പാക്കുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉണ്ട്. പ്രത്യേകിച്ച് ഈ മയക്കുവെടി വെക്കുമ്പോൾ ഈ ചൂട് അതിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉച്ചയ്ക്ക് ഇനിയും വൈകുന്നത് വലിയ രീതിയിൽ ആ ദൗത്യത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കും. നേരത്തെ 3 മണി വരെ ദൗത്യവുമായി മുന്നോട്ട് പോകാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരുന്നത്. നേരത്തെ ഈ മഴ കുറച്ച് ദിവസങ്ങളായി വൈകുന്നേരം പെയ്യുന്നുണ്ട്. മഴ പെയ്യുകയാണെങ്കിലും ഇത് പ്രതിസന്ധിയാകും എന്നുള്ളൊരു കാര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊരു ആശങ്ക വനംവകുപ്പ് ദൗത്യ സംഘത്തിനുണ്ട്. എന്തായാലും അവർ അവിടെ തുടരുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എല്ലാ സാധ്യതകളും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിലവിൽ ഈ ആനക്കൂട്ടത്തെ കണ്ടെത്തിയ പ്രദേശമാണെങ്കിൽ അനുകൂലമാണ് എന്നുള്ള ഒരു സൂചന വരുന്നുണ്ട്. പക്ഷെ അക്കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും ഈ ആനയെ ഇതുവരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആനക്കൂട്ടത്തെ പെരിയകനാൽ ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അത് അതിൽ ഈ അരിക്കൊമ്പൻ ഉണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അൻസില, ആന്റണി, അതോടൊപ്പം തന്നെ ഇന്ന് ഈ അരിക്കൊമ്പൻ ദൗത്യം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നാളെ തീർച്ചയായും അരിക്കൊമ്പനെ വ്യക്തമായി ട്രാക്ക് ചെയ്ത ശേഷമായിരിക്കില്ലേ ദൗത്യം പുനരാരംഭിക്കുക? തീർച്ചയായും ഇന്ന് നടന്ന അതേ നടപടികൾ തന്നെ നാളെയും തുടരും. ഏതായാലും അരിക്കൊമ്പൻ കഴിഞ്ഞ കുറെ നാളുകളായി ഈ വനംവകുപ്പ് ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഇന്ന് ട്രാക്ക് ചെയ്യാനും സാധിച്ചത്. അപ്പോൾ ഇന്നും ഇപ്പോൾ ടീമിന്റെ നിരീക്ഷണം ആനയെ സംബന്ധിച്ച് ആന എവിടെ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും നിരീക്ഷണം ഉണ്ടാകും. നാളെയും സമാനമായി തന്നെ ആനയെ എവിടെയാണ് ട്രാക്ക് ട്രേസ് ചെയ്യാൻ കഴിയുക, കണ്ടെത്താൻ കഴിയുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ആ മേഖലയിലേക്ക് ദൗത്യസംഘം എത്തുന്നു. ഇന്ന് കണ്ട അതേ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ ചിലപ്പോൾ ആന എങ്ങോട്ടേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഈ സാന്നിധ്യം മനസ്സിലാക്കുമ്പോൾ ആന മാറുന്നതാണോ എന്നുള്ളത് കാര്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും നാളെയും ഏതായാലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് തന്നെ നേരിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യം ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. പിന്നെ ആനയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളേക്ക് മാറാൻ സാധ്യതയുണ്ട്. അത് നീളാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുന്നുണ്ട് പരമാവധി. പക്ഷേ ഈ ശ്രമം അവരുടെ ഏറ്റവും മാക്സിമം ശ്രമം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻസില, ശരി, വ്യക്തമാണ് ആന്റണി.